ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ച് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയുടെ വസതിയിലെത്താനാണ് നിർദ്ദേശം. തരൂർ ഉടൻ സോണിയാഗാന്ധിയുടെ വസതിയായ ടൺ ജൻപത്തിലെത്തും എന്നും വിവരങ്ങളുണ്ട്. അമൽ തനപ്പറമ്പിൽ വിവരങ്ങളാണ്. അമൽ, തരൂരിന്റെ നിലപാടുകൾ ഇവിടുത്തെ കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. അതിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പല വിധത്തിൽ കണ്ടതാണ്. പറഞ്ഞു തീർപ്പാക്കാനാണോ ഈ വിളി? ശശി തരൂരിന്റെ നിലപാടിൽ കൃത്യമായി തന്നെയുള്ള അതൃപ്തി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ നമ്മൾ ഇടപെടൽ നടക്കുന്നത്. ശശി തരൂരിനോട് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്താനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും അവിടെ ഉണ്ടാകും. അവിടെ മൂന്നുപേരും പങ്കെടുക്കുന്ന ഒരു സമവായ ചർച്ച നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 10ാം നമ്പർ ജൻപതിലേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ തരൂർ എത്തുമെന്നാണ് തരൂരിന്റെ ഓഫീസിൽ നിന്നും ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും ഈ വിവാദം ഉണ്ടായി ദിവസങ്ങൾ കുറെ പിന്നിടുകയാണ്. ആ ദിവസങ്ങൾ പിന്നിട്ട് പോരുന്ന ഓരോ ദിവസവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് തരൂർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. തരൂർ നിലപാട് മാറ്റാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കൂടി പങ്ക് ഈ വ്യാവസായിക മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞു പോയി എന്നതിനപ്പുറത്തേക്ക് ആദ്യം പറഞ്ഞിരുന്ന കാര്യം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. തരൂർ നിലപാട് പിൻവലിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളും. KC വേണുഗോപാലിന്, കേരളത്തിലെ നേതാക്കളുടെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിന് അപ്പുറത്തേക്ക് മറ്റൊരു നേതാവില്ല. കാരണം KC അറിയാതെ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കുമെന്നും പറയാൻ കഴിയില്ല. അങ്ങനെ KC വേണുഗോപാൽ കൂടി ശശി തരൂരിനെ കൈവിട്ടപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യം. ശശി തരൂരിനെ പ്രകോപിപ്പിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. പക്ഷേ ശശി തരൂരിന് പറയാനുള്ളത് കൂടി കേട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 15 മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലിൻ്റെയും റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് നിർണായകമായ ഇടപെടൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ശശി തരൂരിനെ വിളിക്കുന്നു. ഈ ചർച്ചയിൽ മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ ശശി തരൂരുമായി സംസാരിക്കുന്നു. ശശി തരൂരിനെ അങ്ങനെ അവഗണിച്ച് കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിനും ആവില്ല. പ്രത്യേകിച്ചും ശശി തരൂർ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം പിന്തുണച്ച ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി, അങ്ങനെയുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ ശശി തരൂർ മത്സരിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും ശശി തരൂരിന് വലിയ പിന്തുണയും ലഭിച്ചു. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള പിന്തുണയും ലഭിച്ചു. അങ്ങനെയുള്ള തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിനുമാകില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തരൂരിന് പറയാനുള്ളത് കൂടി കേട്ട് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശശി തരൂർ കേരളത്തിലെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് വിഷയത്തിൽ പറഞ്ഞ നിലപാട് മാത്രമല്ല ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ നടത്തിയ പ്രസ്താവനയുണ്ട്. നരേന്ദ്രമോദിയുടെ ആ ഒരു സന്ദർശനത്തെ അനുകൂലിച്ചാണ് തരൂരിൻ്റെ പരാമർശങ്ങളെല്ലാം ഉണ്ടായത്. രാഹുൽ ഗാന്ധി പോലും ആ ഒരു സന്ദർശനത്തെയും കൂടിക്കാഴ്ചയെയും എല്ലാം എതിർത്ത് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ വിമർശിച്ചപ്പോൾ തരൂർ പക്ഷേ മറിച്ചൊരു നിലപാടെടുത്തു. അത് ദേശീയ തലത്തിൽ BJP ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് ശശി തരൂർ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. ശശി തരൂർ വെറുമൊരു നേതാവ് മാത്രമല്ല, ശശി തരൂർ രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഒരു മുഖം കൂടിയാണ്. അതിനാൽ തന്നെ തരൂരിനെ കൂടി കേട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വവും എത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ആ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ ഒരു കാര്യമുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ തരൂരിനെ കൂടി കേട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള തീരുമാനമാണ്. എന്തായാലും കടുത്ത അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് തരൂരിന് മുന്നിൽ അറിയിക്കും എന്നുള്ള കാര്യം കൂടി ഉറപ്പല്ലേ അമൽ? പ്രത്യേകിച്ച് ഈ ഒരു വിവാദം വന്നു, കേരളത്തിലെ ബാക്കി കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ അവരുടെ അഭിപ്രായങ്ങൾ, അതൃപ്തി അത് തുറന്നു പറഞ്ഞു. എന്നിട്ടും താൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം ലേഖനത്തിൽ എഴുതിയത് എന്നുകൂടി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കടുത്ത അതൃപ്തി ഉണ്ടാകും. പക്ഷെ അവിടെ വെച്ച് കാര്യങ്ങൾ ഫുൾ സ്റ്റോപ്പ് ആകും എന്നുകൂടി തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് തരൂരിനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഈ നേതാക്കന്മാരുടെ പ്രതികരണത്തിൻ്റെ ഒരു രീതി എടുത്ത് പരിശോധിച്ച് പോന്നാൽ തന്നെ അത് മനസ്സിലാകും. തരൂർ ലേഖനം എഴുതി, പിറ്റേ ദിവസം ANIക്ക് ഒരു അഭിമുഖം നൽകി, ഒരു പ്രതികരണം നൽകി. ആ പ്രതികരണത്തിലും ഈ ലേഖനത്തിലെ കാര്യങ്ങൾ ആവർത്തിച്ചു. ലേഖനത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച വിഷയത്തിലെ മോദിക്കുള്ള പിന്തുണയടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു. അതിന് പിന്നാലെ നമ്മൾ പ്രതികരണം തേടി ശശി തരൂരിൻ്റെ ഫ്ളാറ്റിലേക്ക് എത്തി. അന്നും തരൂർ വിശദമായി തന്നെ പ്രതികരിച്ച് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു.
അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും അതോടൊപ്പം തന്നെ K മുരളീധരൻ്റെയും MMSൻ്റെയും ഒക്കെ പ്രതികരണം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രതികരണം വന്നത് MMSൻ്റെ ഭാഗത്തു നിന്നുമാണ്. പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ. അതിനാൽ തന്നെ സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ തരൂരിന് പ്രവർത്തക സമിതിയിൽ നിന്നും മാറി നിന്ന് പറയാം എന്നുള്ളതായിരുന്നു അന്ന് MMSN സ്വീകരിച്ചിരുന്ന നിലപാട്. അതിരൂക്ഷമായ വിമർശനമാണ് ശശി തരൂരിന് അടച്ചിട്ട മുറിയിൽ ട്രംപും മോദിയും നടത്തിയ കൂടിക്കാഴ്ചയെ പറ്റിയുള്ള വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു, ശശി തരൂരിന് ദിവ്യദൃഷ്ടിയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് UDF കൺവീനർ ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ K മുരളീധരനും തരൂർ തിരുത്തണമെന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവും രൂക്ഷമായി തന്നെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇന്നലെയൊക്കെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് തരൂർ തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന നിലപാടിലേക്ക് മയപ്പെട്ടു. അങ്ങനെ KPCC പ്രസിഡന്റ് തരൂരിനോട് ഇന്നലെ സംസാരിക്കുകയും ചെയ്തു. അത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഹൈക്കമാൻഡിനെ KPCC പ്രസിഡന്റും KC വേണുഗോപാലും എല്ലാം അറിയിക്കുകയും ചെയ്തതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൂടിക്കാഴ്ച. ഇതിപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി അറിയിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡും എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇനിയും പരസ്പരം പ്രകോപനം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ല എന്ന നല്ല ബോധ്യം ഹൈക്കമാൻഡിനുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പ്രിയങ്കാ ഗാന്ധി കൂടി വന്നിറങ്ങിയതോടെ കോൺഗ്രസിൻ്റെ ഒരു പ്രസ്റ്റീജ് സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ എങ്ങനെയും വിജയം എന്നുള്ളതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നു. അപ്പോഴാണ് സാധാരണ പ്രവർത്തകർക്ക് ഇടയിൽ വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന, നിരാശ സമ്മാനിക്കുന്ന തരത്തിലുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. അത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അത് പരിഹരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ചർച്ച എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. തരൂർ പ്രവർത്തക സമിതി അംഗമാണ്. പ്രവർത്തക സമിതി അംഗത്തിനെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് വിമർശനം ഉന്നയിക്കാമെങ്കിൽ കൂടി അവർക്ക് അതിനപ്പുറത്തേക്ക് കടന്ന ഒരു നടപടി ഒക്കെ ആവശ്യപ്പെടാമെന്ന് അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകാനൊന്നും കഴിയില്ല. വിമർശനത്തിൽ മാത്രം എല്ലാം ഒതുങ്ങി നിൽക്കും. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ MMSN ഒക്കെ പറഞ്ഞതുപോലത്തെ വിമർശനങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത് ഔചിത്യമാകില്ല എന്ന ബോധ്യം അവർക്കുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും തരൂരുമായി ഒരു സമവായ ചർച്ച, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക, അതിനുവേണ്ടിയുള്ള ഒരു ചർച്ച എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ചർച്ച ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എത്ര സമയം നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനുശേഷം സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയോ തരൂരോ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ആ വിവാദങ്ങൾക്കൊക്കെ ഇന്നത്തോടുകൂടി ഒരു ഫുൾ സ്റ്റോപ്പ് ആണോ അതോ കൂടുതൽ കലുഷിതമാണെന്ന് അതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാമെങ്കിലും എന്തും കരുതാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചർച്ചകളുടെ ഒരു അന്തിമ ഫലം എന്ന് നമുക്ക് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ അറിയാൻ കഴിയും.